ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന അപ്സ്റ്റോക്കിൻ്റെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ഓർഡറും കവർ ഓർഡറും ലിമിറ്റ് ഓർഡറും അല്ലെങ്കിൽ OCCയും ഒക്കെ പ്ലേസ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള. ഇത് ആദ്യത്തെ ലിങ്ക് അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ID മൊബൈൽ നമ്പർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് OTP ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ലിസ്റ്റാണ് ആദ്യം വരുന്നത്. ഞാൻ ITC എന്നുള്ള സ്റ്റോക്കിൽ ആണ് നിങ്ങൾക്ക് ഡെമോ ചെയ്യാൻ പോകുന്നത്. ITC ക്ലിക്ക് ചെയ്യുകയാണ്. സ്റ്റോക്ക് അപ്പോൾ ബൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ്. സെല് ചെയ്യാനാണ് ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന വിൻഡോ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓർഡർ ടൈപ്പ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാർക്കറ്റ് ഓർഡറാണ് ലിമിറ്റ് ഓർഡറാണ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡെലിവറി ആണ് ഇൻട്രാഡേ ആണെന്ന് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡേ ആണോ IOC ആണെന്നുള്ളത്. ഞാൻ ആദ്യം ഡെലിവറി ഓർഡേഴ്സിൻ്റെ ഫോർമാറ്റ്സാണ് കാണിക്കുന്നത്. അതായത് ഡെലിവറി ടൈപ്പ് ഇൻട്രാഡേയോട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഡെലിവറി തന്നെ കാണിക്കാം. ഡെലിവറി എടുക്കണമെങ്കിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഓർഡർ എന്നുള്ളുണ്ട്, OC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവർ ഓർഡർ, പിന്നെ OCO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ക്യാൻസൽ അതർ, അതായത് നമ്മുടെ ബ്രാക്കറ്റ് ഓർഡറാണ്. പിന്നെ MRO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഇതിൻ്റെ അകത്ത് ഈ COയും OCOയും ഇൻട്രാഡേക്ക് മാത്രമുള്ളതാണ്. ഡെലിവറിക്ക് വരുന്നത് സിമ്പിളും MRO ആണ് ഡെലിവറിക്ക് വരുന്നത്. ഞാൻ ഇപ്പോൾ ആദ്യം സിമ്പിൾ ഓർഡർ എന്ന് കാണിച്ചു തരാം. സിമ്പിൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് സിമ്പിൾ ഓർഡർ രണ്ട് ചെയ്യാം. ഒന്ന് മാർക്കറ്റ് പ്രൈസ് ചെയ്യാം, ഒന്ന് മാർക്കറ്റ് പ്രൈസ് ചെയ്യാം, ലിമിറ്റ് പ്രൈസ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ വരുന്നത് കാണിച്ചു തരാം. മാർക്കറ്റ് സെലക്ട് ചെയ്തു, ഡെലിവറി സെലക്ട് ചെയ്തു. ഇവിടെ റിവ്യൂ ഡേ ആണോ IOC ആണെന്ന് കൊടുക്കാം. നമ്മൾ റിവ്യൂ കൊടുത്തു. ക്വാണ്ടിറ്റി ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഞാൻ നമുക്കവിടെ ക്വാണ്ടിറ്റി എന്താണ് ഒന്ന് കൊടുത്തു. റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി കാണാൻ സാധിക്കും. ബൈ കൊടുത്താൽ മതി കൺഫേം ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്തത് ലിമിറ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് റേറ്റ് ആ പ്രൈസ് റേറ്റിന് തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മളിവിടെ ലിമിറ്റ് പ്രൈസ് എൻ്റർ ചെയ്യണം. അതായത് ഇപ്പം 166 എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 166 എന്ന പ്രൈസ് വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും, നമുക്ക് ഡെലിവറി പൊസിഷനിലേക്ക് വരും. അടുത്തത് ലിമിറ്റ് പ്രൈസ് മാറ്റി സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് ബൈ പ്രൈസും കൊടുക്കാൻ പറ്റും, ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് എത്തുമ്പോഴാണ് നമ്മൾ ബ്രോക്കർ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ അയക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ട്രിഗർ പ്രൈസ് 166 കൊടുത്തു വയ്ക്കുക. ആ പ്രൈസ് വരുമ്പോൾ ഇവിടെ എത്ര പ്രൈസാണ് കൊടുത്തേക്കുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ 166.1 ഈ 166 വരുമ്പോൾ ഓർഡർ മാർക്കറ്റിലേക്ക് അയക്കും. ഈ 166.1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 166.1 ഇവിടെ ട്രിഗർ പ്രൈസ് 166 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 166 എന്നുള്ള പ്രൈസ് വരുമ്പോഴാണ് ഓർഡർ മാർക്കറ്റിലേക്ക് അയക്കുള്ളൂ. ഓർഡർ എക്സിക്യൂട്ട് റിവ്യൂ ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്, ട്രിഗർ പ്രൈസ് 166 വരുമ്പോൾ 166.1 പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. പിന്നെയുള്ളത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസിന് ഇവിടെ കൊടുത്തേക്കുന്ന ട്രിഗർ പ്രൈസ് എത്തുമ്പോൾ എത്രയാണോ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഡെലിവറിക്ക് വരുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേയുടെ കാര്യങ്ങൾ നോക്കാം. ഈ സിമ്പിൾ എന്നുള്ള മാറ്റിയിട്ട് ഞാൻ കവർ ഓർഡർ ചെയ്യുകയാണ്. കവർ ഓർഡർ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് കാണാൻ സാധിക്കും ഇവിടെ ഇൻട്രാഡേ ഓപ്ഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കവർ ഓർഡറിന് സ്റ്റോപ്പ് ലോസ് പ്രൈസ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ മാർക്കറ്റാണ് എടുത്തേക്കുന്നത്, മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. സ്റ്റോപ്പ് ലോസ് വരുന്നത് നമ്മളിവിടെ ഏത് ഫിഗർ കൊടുക്കുന്നോ, ഞാൻ 160 കൊടുക്കുവാണ്. 160 കൊടുത്തു, 160 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ നമുക്ക് 165 എക്സിക്യൂട്ട് ആവും. പ്രൈസ് കുറഞ്ഞ് 160 താന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിക്യൂട്ട് ആവും, അതായത് ഓർഡർ ക്ലോസ് ചെയ്യും. ഇനി OCO കൊടുക്കുവാണ്. ഇവിടെ ലിമിറ്റോ മാർക്കറ്റ് കൊടുക്കാൻ ലിമിറ്റ് പ്രൈസ് കൊടുക്കുവാണ്. ബൈ പ്രൈസ് ഞാൻ 166 കൊടുത്തു. അപ്പോൾ 166 എന്ന പ്രൈസ് വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. ടാർഗറ്റ് സെൽ പ്രൈസ് അതായത് ഓട്ടോമാറ്റിക് നമുക്ക് 170 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രൈസ് നമുക്ക് അഗൈൻസ്റ്റാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 160 കൊടുത്തു. അപ്പോൾ 160 വരുമ്പോൾ ഐദർ
170 വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ 160 വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇതാകുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും, ഇതാകുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഇതാണ് ബ്രാക്കറ്റ് ഓർഡർ. അതായത് ടാർഗറ്റ് ബൈയും സ്റ്റോപ്പ് ലോസ് ബൈയും ഒന്നിച്ച് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ റിവ്യൂ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന്, ക്വാണ്ടിറ്റി എത്രയാണെന്ന്. ലിമിറ്റ് ടൈപ്പാണ് മറ്റേ നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു. ഇൻട്രാഡേ ആണ് കാണിക്കുന്നത്. വാലിഡിറ്റി 2 ദിവസത്തേക്കുള്ളൂ. ബ്രാക്കറ്റ് ഓർഡർ എസ് ആണ്. അതായത് 160 വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ 170. ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, ഇത് ഓറാണ്, ഇതിലൊന്നാണ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. പിന്നെ ഉള്ളത് AMO, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. AMO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമോ പ്ലേസ് ചെയ്യാനുള്ള ഓർഡറാണ്. അതിങ്ങനെ തന്നെ നമുക്ക് ലിമിറ്റിലും ചെയ്യാം, മാർക്കറ്റിലും ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇട്ടാലും ചെയ്യാം. സാധാ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ പ്രോസസ്സ് എല്ലാം സെയിം ആണ്. അത് ഇൻട്രാഡേയിലും ഡെലിവറിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ ആണെങ്കിൽ മാർക്കറ്റ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് സെറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡേ കഴിഞ്ഞിട്ടാണെങ്കിൽ പിറ്റേ ദിവസത്തിലേക്ക് ഇത് എനേബിൾ ആവും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ഇട്ടാൽ മതി. പ്രോസസ്സൊക്കെ ബേസിക്കലി വളരെ സിമ്പിളാണ്. ഇനി കവർ ഓർഡറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു പിന്നെ അടുത്തുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് അത് ഓക്കെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓർഡർ ടു ലിമിറ്റ് പ്രൈസ് 165 ആണ്. ബൈ പ്രൈസ് ഞാൻ 166 വെച്ചു. ടാർഗറ്റ് പ്രൈസ് 170 വെച്ചു. സ്റ്റോപ്പ് ലോസ് പ്രൈസ് 162 കൊടുത്തു. ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എനേബിൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ 20 ഫിഗർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ₹1 കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് 165.7 എന്നുള്ള മാറി 166 ഓർഡർ എക്സിക്യൂട്ട് ആണ്. 167 ആകുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസ് 162 എന്നുള്ളത് 163 ആവും. അങ്ങനെ കയറിയിട്ടുണ്ട്. നമുക്കിവിടെ ഈ 20 എന്നുള്ള ഫിഗർ മാറ്റി നമുക്ക് ഒരു 40 കഴിഞ്ഞാൽ 2 ആവും. 40 കഴിഞ്ഞാൽ ₹2. അതായത് 166 എന്നുള്ള പ്രൈസ് മാറി 168 ആകുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് 162 എന്നുള്ളത് മാറി 164 ആകും. അത് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കും ഏത് പ്രൈസിനാണ് ബൈ ചെയ്യേണ്ടതെന്നുള്ളതും, സ്റ്റോപ്പ് ലോസ് പ്രൈസ് എത്രയാണെന്നും, സ്ക്വയർ ഓഫ് പ്രൈസ്, ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതും, ട്രെയിലിംഗ് ടിക്കറ്റ് 40 പോയിൻറ്റ്സ് ആണ് വരുന്നത്, ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും എല്ലാം കാണാൻ സാധിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സഹായമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ഇട്ടാൽ മതി, ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പിനെ കുറിച്ചും ഏഞ്ചൽ ബ്ലോക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യത്തിനും കിട്ടും. ഇതിന് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ടോപ്പിക്കിൽ അതിനകത്ത് കവർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.